അങ്ങനെ നമ്മൾ വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി കുളിക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അംബീസ് യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു കുളി സീൻ. ശ്രീലു മൈ ലൈഫിലെ ശ്രീലതയുടെ ഒരു കുളി സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഓർക്കും ആ സ്ത്രീക്ക് എന്നാ വട്ടായോ, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ഓർക്കും. ഞാനും അങ്ങനെയൊക്കെ ആദ്യം ഓർത്തായിരുന്നു, അവർക്ക് എന്ത് പറ്റി എന്നൊക്കെ. പക്ഷേ ഞാൻ ആ കുളിസീൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആ കുളിസീൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടും കോർമ വന്ന് നോക്കിയിട്ട് അത് ശരിയാകുന്നില്ല. എന്തോ പിശക് സംഭവിച്ചു എന്ന് എഴുതി കാണിക്കുന്നു. എന്തോ സാധാരണ ഞാൻ ഡൗൺലോഡ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. കുളിസീനല്ലേ ഒന്ന് കാണിക്കായിരുന്നു. ഇന്നും കുളിസീൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ ഈ ശ്രീലേഖയെപ്പറ്റി പറയുകയാണ്. അവരെപ്പറ്റി ഞാനും ആദ്യമൊക്കെ വിചാരിച്ചു എന്താണ് അവരിങ്ങനെ കാണിക്കുന്നത്. കാണാൻ നല്ല സാമാന്യം നല്ല ഒരു സൗന്ദര്യമുള്ള, കണ്ടാൽ നല്ല വീട്ടിലെ നല്ല തറവാട്ടിലുള്ള ഒരു സ്ത്രീയാണെന്ന് തന്നെ അവരെ കണ്ടാൽ തന്നെ പറയും. അത്രയ്ക്കും ഒരു കുലീനത ഉള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ അവരെന്തുകൊണ്ടാണ് ഈ കുളിസീൻ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിത സാഹചര്യമാണ്. അതാരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആദ്യം വരെയുള്ള കുറേ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. എല്ലാവർക്കും അറിയാം, എങ്കിലും ശ്രീലേഖ എന്ന വ്യക്തിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ശ്രീലേഖയെ കല്യാണം കഴിക്കുന്നത്. അന്ന് ശ്രീലേഖ 15 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ കൊച്ചുകുട്ടിയാണ്. ഒന്നും അറിയാൻ മേലാത്തൊരു പ്രായത്തിൽ ശ്രീലേഖയുടെ അച്ഛനല്ല അമ്മാവന്മാരും ചേട്ടനും എങ്ങാണ്ട് കൂടിയാണ് ശ്രീലേഖയെ കല്യാണം കഴിപ്പിക്കുന്നത്. ഈ ശ്രീലേഖ 7 പഠിക്കുന്ന സമയത്താണ് അച്ഛനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയിരുന്നു എന്ന് വേണം നമുക്ക്, അല്ലെങ്കിൽ പിണങ്ങി പോവുക അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ശ്രീലേഖ തന്നെയാണ് ഒരു ചാനലിൽ കൂടെ പറയുന്നത്. ഈ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി 15 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് യഥാർത്ഥത്തിൽ അവരെ 20,000 രൂപ വാങ്ങിച്ചിട്ട് അമ്മയും അമ്മാവിനും ഒക്കെ അവരെ വിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീലേഖ തന്നെ 1 വർഷം മുന്നേ ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞതാണ്. ഇന്നാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. 15 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു. ഭർത്താവ് മദ്യപാനിയും ഒക്കെ ആയിരുന്നു, അവരെ ഉപദ്രവിക്കുമായിരുന്നു. 19-ാം വയസ്സിലാണ് ശ്രീലേഖയ്ക്ക് മോള് ജനിച്ചത്. മൂത്തത് മോളാണ്. 19-ാം വയസ്സിലാണ് മകൾ ജനിക്കുന്നത്. അതിനുശേഷം ഒരു മകൻ ജനിച്ചു. മകൻ ഏകദേശം 3 മാസം ശ്രീലേഖ എന്ന ടീച്ചറാണ് അവരുടെ വയറ്റിലുള്ളപ്പം തന്നെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി പോയി. 2 വർഷം അതിന് ഈ മകൻ ജനിച്ചു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ ലീഗലി ഡൈവേഴ്സായി. അതിനുശേഷം അവർ 2004 മറ്റോ ആണ് അവർക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ അവർക്ക് ജോലി കിട്ടി. ടീച്ചറായിട്ട് അവർക്ക് ജോലി കിട്ടി. അതിന് മുന്നേ ആയിട്ടും, കാരണം അവർക്ക് ഈ 19-ാം വയസ്സിൽ ഭർത്താവ് പോവുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വളരെ കൊച്ചുകുട്ടിയാണ്. ഒരുപാട് പീഡനങ്ങളും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ചാണ് അവർ ജീവിച്ച് വന്നുകൊണ്ടിരുന്നത്. ഭർത്താവ് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം വേറൊരു സ്ത്രീയുടെ കൂടെ ഭർത്താവ് പോയി. കാണാനും ഇപ്പോഴും അവരെ കാണാൻ നല്ലൊരു സ്ത്രീയാണ്. അപ്പം ആ 19-ാം വയസ്സിലൊക്കെ എന്ത് ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അവരെന്നാൽ വേറെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറായി താമസിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മക്കളെയൊക്കെ വളർത്തി മക്കളൊക്കെ ഇപ്പോൾ ഒരു നിലയിലെത്തി. മോളാകട്ടെ, മൂത്തത് മോളാണ്. മോൾ ഇന്ന് UK പഠിക്കുകയാണ്. മോൻ ബാംഗ്ലൂരിലാണ്. അപ്പം ഈ മക്കൾ രണ്ടുപേരും ഇവരുടെ ഈ കുളിസീനും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഇപ്പം മക്കൾ അവരെ ബ്ലോക്ക് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ണൂർ ജില്ലയിൽ എൻജിനീയറിംഗ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ എന്തോ അവരോട് നീരസം തോന്നി. ഒരു ദിവസം ശ്രീലേഖ ടീച്ചറുടെ ലൈവ് 8 മണിക്ക് നഗ്നത കാണിച്ചുകൊണ്ടുള്ള ലൈവ് ഇന്ന് 8 മണിക്ക് യൂട്യൂബ് ചാനലിൽ വരും എന്നും പറഞ്ഞ് അവരുടെ കോളേജിൽ തന്നെ ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിരുന്നു.
അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അത് വെച്ചിട്ട് അവർ ഒരുപാട് നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് പോയി. പക്ഷേ ഒന്നും ഇന്ന് വരെ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പോഴും അവരെ ഓരോ നിയമം നടത്താനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവരെ പിന്നെ അധികാരികളെ അറിയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ എഴുതി വെച്ച അവരുടെ സഹപ്രവർത്തകനെ അവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്ന് സഹപ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തു. ഇവർ വീട്ടിലെത്തിയ ഉടനെ തന്നെ എവർക്കും സസ്പെൻഷൻ ലെറ്റർ, പണിഷ്മെൻറ്റ് സസ്പെൻഷൻ ലെറ്റർ എവർക്കും വന്നു. 2 പേർക്കും ഒരേ നിയമം, വാദിക്കും പ്രതിക്കും ഒരേപോലെ അത് ബാധകമാണ്. ഒരുപക്ഷെ അവർ ഈ കുളീസീൻ ഇടുന്നത് കൊണ്ടായിരിക്കാം ഇവരെ ഇനിയും പിന്നെ അവർക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുത്തത് എന്നും അറിയില്ല. അതിനുശേഷം കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ ആ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇന്നും കുളിസീൻ അതിനുശേഷമാണ് ഈ കുളിസീൻ കാണിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കുളിസീൻ എല്ലാ രാവിലെ വൈകിട്ടും 1-1.5 കുളിയാണ്. കുളിസീൻ കാണിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഓരോ കുളിസീനിലും ഓരോ പ്രതിഷേധമാണ് അവർ നടത്തുന്നത്. അവർ കണ്ണൂരാണ് താമസിക്കുന്നത്. ആദ്യം മുതലേ തന്നെ ജനിച്ചതും വളർന്നതും ഇപ്പോഴെല്ലാം അവർ കണ്ണൂർ തന്നെയാണ്. ഇപ്പോൾ ഒരു 50-52 വയസ്സുണ്ട്. ഷീലോ മൈ ലൈഫിലെ ആ ടീച്ചർക്ക് ഒരു 50-52 വയസ്സുണ്ട് ഇപ്പോഴും. അവർ നേരിടാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അടുത്തുള്ളവരൊക്കെ അവർക്ക് ഇങ്ങനെ ജോലി കിട്ടിയ സമയത്ത് അടുത്തുള്ള അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര കടിയായിട്ട് ചിലർക്കുണ്ടല്ലോ അസൂയ. മൂത്തവരുടെ കോളേജിലും ചെന്നിരുന്നു. അതിന് ശേഷം ഈ അടുത്തിടെയാണ് അവരെ കോഴിക്കോട്ടേക്ക് മാറ്റി കഴിഞ്ഞാണ് അവരെ അവിടെ കോളേജിൽ നിന്ന് തന്നെ അവരെ പിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പോഴത് ഭയങ്കരമായിട്ടൊരു സങ്കടമാണ്. അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി അവരുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോഴേ ഒരു കണ്ടൻറ്റായി ഇട്ടേക്കുകയാണ്. അപ്പോൾ ചിലർ ആദ്യമൊന്നും അവരെ എങ്ങനെയാണ് അവരുടെ ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എല്ലാവരും തന്നെ പ്രതികരിച്ച് എന്താണ് ഒരു ടീച്ചറിന് പറ്റിയതാണോ, ഒരു ടീച്ചറാണോ ഇങ്ങനെ കുളിസീൻ കാണിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് അവരെ വിമർശിച്ച പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് ചിലരൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് ദുഃഖങ്ങളുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ദിവസവും കുളിസീൻ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവരൊരു സ്ത്രീയാണ്, തനിച്ചാണ്, അമ്മയുണ്ട് കൂടെ, അമ്മയുമായിട്ടാണ് അവർ താമസിക്കുന്നത്, അമ്മയുണ്ട് കൂടെ. അപ്പം വേറെ ആരും അവർക്കില്ല, വേറെ ബന്ധക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ആരും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ സ്ത്രീ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവരുടെ നേരെ ഇങ്ങനെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ചെല്ലുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മളെപ്പോലുള്ളവർ പ്രതികരിച്ചില്ലെങ്കിൽ വേറെ ആരാണ് അവർക്ക് വേണ്ടി പ്രതികരിക്കാനുള്ളത്? ഇന്ന് കുറേ പേര് ഇന്നലെ വരെ അവർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ ഇപ്പം യൂട്യൂബിലെല്ലാം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞാണ് അവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ അവരുടെ യഥാർത്ഥം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം അവർ ഒരു യൂട്യൂബ് ലൈവ് ഇന്ന് 8 മണിക്ക് ശ്രീലേഖ ടീച്ചറുടെ നഗ്നത പ്രകടിപ്പിച്ചുള്ള ലൈവ് ഇന്ന് 8 മണിക്കുണ്ട്, എല്ലാവരും വരണം എന്നും പറഞ്ഞാണ് ആ പോസ്റ്റർ അവിടെ എഴുതി വച്ചിരുന്നത്. അത് കാരണമാണ് അവർക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ അത് കാരണം അവർ ദിവസവും നഗ്നത കാണിച്ചുകൊണ്ടുള്ള കുളിസീനാണ് നടത്തുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അത്രയ്ക്കും വേദനയും പരിഹാസമൊക്കെ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. അവരുടെ കൂടെ നിന്ന് അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം എല്ലാവരും കൂടി എടുത്തിട്ട് അവരെ ഇങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുളിസീനെ നിങ്ങൾ ഷീലോ മൈ ലൈഫ് എന്നുള്ള ചാനലിൽ പോയി നോക്കാമെങ്കിൽ അവരെ കുളിസീനൊക്കെ കാണാം. അതിനവർ തുണി ഉടുത്തുകൊണ്ട് തന്നെയാണ് കുളിക്കുന്നത്. വെളിയിൽ നിന്ന് ഓസ് ഇട്ടിട്ട് ഇങ്ങനെ കുളിസീൻ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുളിസീൻ നടത്തുന്നത്. അപ്പോഴേ നമ്മൾ ആരെയും അറിയാതെ വിലയിരുത്തരുത്. അവരുടെ ലൈഫിൽ അവർക്ക് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അതും 19 വയസ്സ് മുതൽ ഇതുവരെ അവരെ ഒറ്റയ്ക്കാണ് ജീവിതത്തെ നേരിട്ടുകൊണ്ടിരുന്ന 2 മക്കളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി. അവർ പഠിക്കാൻ മിടുക്കരായിരുന്നു. ഇന്ന് അവർ നല്ല നിലയിലാണ്. മോള് UK-യിലാണ്, മോന് ബാംഗ്ലൂരിലെ നല്ല ജോലിയാണ്.
മോള് പഠിക്കുകയാണെന്നാണ് കേട്ടത്. മോനെ പഠിക്കുകയാണോ എന്തോ ജോലിയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും രണ്ടുപേരും നല്ല വെൽ സെറ്റിൽഡാണ് അവർ. മക്കളൊക്കെ ഈ കുളിസീൻ കാണുമ്പോൾ അവർക്ക് എന്തായാലും നാണക്കേടാവും. ഒരമ്മ ബ്ലോക്ക് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കുളിസീൻ കണ്ടിട്ട് ഈ ചൊറിച്ചിൽ കൂടുതലുള്ളവർക്ക് അങ്ങനെ അവരത്രമേൽ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. ഇന്ന് അവർ ഓരോ ദിവസവും വന്ന് എനിക്കൊന്നുമില്ല, എൻ്റെ ജോലി പോയാലൊന്നുമില്ല, ഈ ജോലി കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്, ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും എന്നും പറഞ്ഞൊക്കെ ഒരുപാട് സങ്കടം നമ്മുടെ മുന്നിൽ അവർ കാണിക്കുന്നില്ല. എങ്കിൽ തന്നെ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലുള്ളവരൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആ ശ്രീലു മൈ ലൈഫിലെ ആ ടീച്ചർക്ക് ഞാൻ സപ്പോർട്ടാണ്. അപ്പോഴും അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ് ടീച്ചറെ. അപ്പം ടീച്ചർക്ക് ഇനി ഒരു നീതി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കണ്ടുമിച്ചിട്ട് ഈ ഗവൺമെൻറ് കോളേജിൽ നിന്നൊക്കെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ. ഈ പുള്ളിക്കാരത്തിയെ പറഞ്ഞു വിട്ടത് അവർ ഈ കുളിസീൻ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്. അപ്പം കുട്ടികൾക്കും ഒരു മാതൃകയാകേണ്ടതല്ലേ. കാരണം അവരവരുടെ ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് അങ്ങനത്തെ ആ കുളിസീനൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ടീച്ചർക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും ഇന്നും രാവിലെ കുളിസീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ്ങും ഷോർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷീലു മൈ ലൈഫിൽ പോയിട്ട് എല്ലാവരും ആ ടീച്ചറുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കുക. ഒരു മനുഷ്യരെയും നമ്മൾ അവരുടെ സത്യാവസ്ഥ അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. നമ്മൾ ഒരുത്തനെ മേൽ ഇങ്ങനെ വിരൽ ചൂണ്ടിയാൽ ഈ 4 വിരലും നമ്മുടെ നേരെയാണെന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ടീച്ചറുടെ അനുഭവം പോലെ നമുക്ക് നാളെ വരുത്തില്ല എന്നൊന്നുമില്ല. അപ്പോഴേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.